പെരിഞ്ജീരകം പൊടിക്കുന്ന സമയത്ത് ഈ രണ്ട് സീക്രട്ട് സാധനം കൂടി ചേർത്താണ്ടല്ലോ കറിക്ക് നല്ല കൊഴുപ്പും അതുപോലെ രുചിയും കിട്ടുവേ. കേറ്ററിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നവരെ ഇങ്ങനെയാണ് പെരിഞ്ജീരകം പൊടിക്കുന്നത് കേട്ടോ. നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാനിത് രണ്ട് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. വേറെ മസാലക്കൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു പെരിഞ്ജീരകപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ മസാലക്കൂട്ട് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടാണ് ഈ മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത്. ഇത് പെരിഞ്ജീരകം പൊടിക്കുന്നതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചേരുവകളും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് ആദ്യം 100 ഗ്രാം പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. ഈ പെരിഞ്ജീരകത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞേക്കാം. നേരത്തെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അളവ് പറയണമെന്ന്. 100 ഗ്രാം പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 50 ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നൊക്കെ നല്ല കൊഴുപ്പ് കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് വറുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഉഴുന്നിൻ്റെ പച്ചച്ചവയൊന്നും ഉണ്ടാവില്ലേ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ നല്ല ഇച്ചി മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ മസാലക്കൂട്ടിന് നല്ലൊരു സ്മെല്ല് കിട്ടുവേ. ഇനി ചെറിയ ജീരകം, അത് ചെറിയ ഒരു ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കറക്റ്റ് അളവാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിൻ ചേരുവയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേ ലീവ്സാണ്. ബേ ലീവ്സ് 2-3 എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ക്യാഷ്യൂ നമുക്ക് ഒരു 50 ഗ്രാം ക്യാഷ്യൂ എടുക്കണം. എന്നാൽ ഈ 100 ഗ്രാം പെരിഞ്ജീരകത്തിന് ബാലൻസ് ചെയ്യത്തുള്ളേ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം പെരിഞ്ജീരകത്തിന് എല്ലാം 50 ഗ്രാം വെച്ചാണ്. അപ്പോൾ കറക്റ്റ് അളവും അതുപോലെ തന്നെ നല്ല കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും മസാലയ്ക്ക്. വേറെ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇറച്ചിക്കറിക്കും മുട്ടക്കറിക്കും കടലക്കറിക്കും ഒക്കെ ഈ ഒറ്റ മസാല ചേർത്ത് വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഇത് ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ തീയൊക്കെ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ. നല്ല കര മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ആറാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഈ മസാല പൊടിക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കേറ്ററിങ്ങുകാരൊക്കെ മസാല പൊടിക്കുമ്പോൾ ഇതുപോലെ ചേർക്കുന്നതുകൊണ്ടാണ് കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റി ഉണ്ടാവുന്നത്. നമ്മൾ ചെറിയ ടിപ്സുകൾ നോക്കിയാൽ മതി. മസാലക്കൂട്ടൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഞാനൊരു ഗരം മസാല പൊടിക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് അളവ് പറയണമെന്ന് ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിൻ്റെ അടുത്ത് ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ആക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. നേരത്തെ ഞങ്ങൾക്ക് കറി പൗഡറിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നേ. അന്നേരം ഇപ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന സീക്രട്ട് ചേരുവകൾ തന്നെയാണ് ഞാൻ ഈ മസാലക്കൂട്ടിലും കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇനി എല്ലാത്തരം മസാല പൊടിക്കുന്ന വീഡിയോസ് ഇടാൻ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടേച്ചാൽ മതിയേ. നല്ല ടേസ്റ്റി. നമുക്ക് വീട്ടിൽ തന്നെ മസാലകൾ കൊഴുപ്പോട് കൂടി പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ കുരുമുളക് പൊടിക്കുമ്പോഴും ഒക്കെ ഓരോ ടിപ്സ് ഉണ്ട്. നമ്മൾ അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മസാല ഏകദേശം മൂത്തിട്ടുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാം. അപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. വാങ്ങി വെച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഉഴുന്നൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല കൊഴുപ്പുണ്ടാവും ഈ മസാല പൊടിച്ച് വെച്ചാൽ. പിന്നെ പൊടിച്ചൊരു കണ്ടെയ്നർ ഇട്ട് കൂടുതൽ സൂക്ഷിച്ചാൽ കുറേ കാലം ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇത് നല്ല ഉണങ്ങിയ ഒരു ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണേ. ഒട്ടും വെള്ളമയം വരരുത്. വെള്ളമയം വന്നു കഴിഞ്ഞാൽ മസാല പൂത്ത് പോവേ. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട കേട്ടോ. നമുക്ക് കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി. ഒത്തിരി പൊടിഞ്ഞു പോയാൽ ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് അളവിൽ മസാല ഇടാൻ പറ്റത്തില്ലേ. കാരണം 1 സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ 2 സ്പൂണൊക്കെ ഇടും. കാരണം ഒരുപാട് കൂടിപ്പോയാലും കൊള്ളില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് പൊടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കാവേ. പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കാതിരിക്കണം. ഗ്ലാസ്സിൽ തന്നെ സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് കാലം മസാലക്കൂട്ടിരുന്നുള്ളൂവേ. ഇനി ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന വൈറ്റ് കസ്കസ് ഇല്ലേ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒരു 50 ഗ്രാം വെച്ച് 100 ഗ്രാം പെരിഞ്ജീരകത്തിന് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ചുകൂടി നല്ലതാണ്. ഒന്നുകൂടി ഫ്ലേവർ കിട്ടുന്ന സാധനമായി കസ്കസ് കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. ഉള്ളപ്പം ഞാനിത് അതുകൂടി ചേർത്തിട്ടാണ് പൊടിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നല്ല തരിതരിപ്പിൽ തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്.
ഇനി മസാലക്കൂട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഈ വീഡിയോ നല്ല ഉപകാരപ്രദമാകും കേട്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ പൊടിക്കത്തുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. പെരിഞ്ജീരകം വെറുതെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമില്ലേ. പക്ഷേ ഇത് വറുത്തതിന് ശേഷം ഈ സാധനമൊക്കെ കൂട്ടി പൊടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അപാര ടേസ്റ്റാണ് കേട്ടോ. മസാലക്കൂട്ടൊക്കെ നമുക്ക് ഒരുപാട് നാൾ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്, എപ്പോഴെപ്പോഴും ഉണ്ടാക്കാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ വലിയ ഗ്ലാസ് ജാറിനകത്താക്കി അതിൻ്റെ അടപ്പ് ഭാഗം നല്ല ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ടൈറ്റാക്കി വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അതങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എത്ര കാലം വേണേലും അങ്ങനെ ഇരുന്നോളും, പൂത്തൊന്നും പോകുകയില്ല കേട്ടോ. ഇതുപോലെ ടൈറ്റാക്കി കൊടുത്തേച്ചാൽ മാത്രം മതിയേ. ഇങ്ങനെ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, നമ്മൾ എത്ര എടുത്താലും അഴുക്കായി പോവുകയില്ല. എല്ലാവരും ഇതുപോലത്തെ ടിപ്സുകളൊക്കെ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇനി മസാല ഒക്കെ പൊടിക്കുന്ന സമയത്തെ ഏത് മസാല നമ്മൾ പൊടിക്കുന്ന സമയത്താണെങ്കിലും ഉണ്ടല്ലോ ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കണേ. ചെറിയ ജീരകം പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. മന്തിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ മസാല പിന്നെ ചേർത്തേച്ചാൽ മതി. മന്തിക്കൊക്കെ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പം അതിന് പെരിഞ്ജീരകവും ചെറിയ ജീരകവും മാത്രമായിട്ട് വറുത്ത് പൊടിച്ച് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തേച്ചാൽ മതിയേ. അങ്ങനെ നേരത്തെ ഉണ്ടാക്കിയ മസാല ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ ഇത്രയും എടുത്തിട്ട് അഴുക്കാവാണ്ടിരിപ്പുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയതാണ് രണ്ടാമത്തെ കുപ്പി. ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. എത്ര കാലം വേണമെങ്കിലും ഇനി മസാലയ്ക്ക് തീർന്നു പോകുന്ന ടെൻഷൻ വേണ്ട, അതുപോലെ തന്നെ അഴുക്കാവുന്നുള്ള ടെൻഷനും വേണ്ട. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. റമദാൻ കരീം.